ഇതിലേ ആ സങ്കടമായിട്ട് ഉണ്ണിക്ക് എന്താതെ എന്റെ കണ്ണാന്ന് പറഞ്ഞ് അത് കാലിക്കലേക്ക് വീണ് ഉറക്കൊറക്കൊറക്ക കരയാൻ തുടങ്ങി. ഏകരച്ച് കരയാൻ തുടങ്ങി. കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിക്ക് ശബ്ദം പോലും വരാണ്ടായി. ആ രണ്ട് കാലും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ മേപ്പത്തൂർ നാരായണീയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മഞ്ജീരം മഞ്ജുനാദൈവ പദഭജനം ശ്രേയ. ഈ ലോകത്ത് ശ്രേയസ്സിന് ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, അത് ഈ കണ്ണന്റെ പാദാരവിന്ദങ്ങളെ പിടിക്കലാണ്. വേറെ ഒന്നുമില്ല ലോകത്ത് മാർഗം. ആ പാദങ്ങളെ പിടിച്ചോളൂ. ആചാര്യായ ഭഗവത്പാദന് പറയുന്നു, ഭജ ഗോവിന്ദ ഭജ ഗോവിന്ദ ഗോവിന്ദം ഭജ മൂഢമതി. ഇങ്ങനെ എല്ലാവരും കണ്ണാ കണ്ണാ കണ്ണാന്ന് പറഞ്ഞ് ആ കണ്ണന്റെ പാദങ്ങളെ പിടിച്ചോണ്ട് ആണോ അറിയില്ല. ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ, യോഗീന്ദ്രാണോ ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാഗ്യാം നിവാസോ. ഏറ്റവും കൂടുതൽ മധുരം ഈ കാലിനാണത്രേ. അധരം മധുരം വദനം മധുരം മധുരാധിപതേരകിലം മധുരം. അവിടെ തന്നെ മാധുര്യം കൂടുതൽ കാലിനാണത്രേ. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാഗ്യാം നിവാസോ. മുക്തിഭാഗ്യങ്ങളുടെ മോക്ഷം അന്വേഷിച്ചു നിൽക്കുന്നവരുടെ ആശ്രയസ്ഥാനം മുക്തിഭാഗ്യം നിവാസോ. ഭക്താനാം കാമവർഷ്യദ്വിതരുവിസലയം. ഭക്തന്മാരുടെ സർവ്വ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്ന കൽപ്പതരു ഈ പൊന്നുണ്ണിക്കണ്ണന്റെ പദാരവിന്ദങ്ങളാണ് അല്ലെ. ഭക്താനാം കാമവർഷ്യദ്വിതരു